എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഈവനിംഗിലേക്ക് ഞാൻ സുസ്വാഗതം നേരുന്നു. My name is Meenakshi Sudhir and I'll be your MC for the evening. So ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ honorable guest, actor, director, producers, അവരുടെ family members, friends and of course നമ്മുടെ മീഡിയ ടീം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ സ്വാഗതം ഞാൻ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ ഈ ഒരു ഇവന്റിലേക്ക്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ ക്രൗഡ്. ഐ തിങ്ക് നമുക്ക് ഭയങ്കര ഫോർമൽ ആയിട്ടൊന്നും വേണ്ട. ലെറ്റ്സ് ജസ്റ്റ് കീപ് ഇറ്റ് വെരി ഇൻഫോർമൽ ആൻഡ് ക്ലോസ് ടു യുവർ ഹാർട്ട്. സോ ഒരു ചെറിയ കൈയടിയാവാം. ഒരുപാട് കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ളതും മീനിങ് ഫുൾ ആയിട്ടുള്ളതും വളരെ ക്ലാസി ആയിട്ടുള്ള സിനിമകൾ സമ്മാനിക്കുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി വരികയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഈവനിങ്ങിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാരണം. ആൻഡ് ഇന്നത്തെ ഈ ഒരു ഈവനിങ്, ഈ ഒരു സായാഹ്നം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറ്റനേകം കാരണങ്ങളുണ്ട്. ഓരോന്നായും ഞാൻ വഴിയെ നിങ്ങളോട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ആദ്യത്തെ റീസൺ ഫോർ അവർ ഗ്യാതറിംഗ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് കടന്നു വരികയാണ്. ദാറ്റ് ഈസ് റൈറ ഫിലിംസ്. സോ ഡെഫിനറ്റ്ലി ഐ എക്സ്പെക്ട് എ റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. നിങ്ങളുടെ പലരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പോകുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് റൈറ ഫിലിംസ്. സോ അവരുടെ മലയാളത്തിലെ അവരുടെ തന്നെ ആദ്യത്തെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് കൂടി ഇന്നത്തെ ഈ ഒരു വേദിയിൽ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിശേഷം. അപ്പോൾ അതിനുമാകാം ഒരു വലിയ കയ്യടി. So, Raira Films, in association with MR Film Factory, is led by the filmmaker Mr. Punit, along with co-producers Ramesha C, Rudramurthy and Rakesh. അപ്പോൾ മലയാളത്തിൽ അവർ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന അവരുടേതായിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ സൈഡിൽ പോസ്റ്റേഴ്സ് ഒക്കെ കാണാം, അച്യുത അവതാരം. അപ്പം ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 5 ലാംഗ്വേജസിലാണ് ഇവർ ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു സിനിമയുടെ ഒരു ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള കാസർഗോഡ് നടക്കുന്ന ഒരു കഥയാണ് അച്യുത അവതാരം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളവും കന്നഡയും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമയിൽ മെയിൻലി യൂസ് ചെയ്ത് വരുന്ന ലാംഗ്വേജസ്. അപ്പം അച്യുത അവതാരത്തിന്റെ ഓഡിയോ ലോഞ്ചും ഇന്നത്തെ ഈ ഒരു വേദിയിൽ ഇവിടെ നടക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ആക്ടേഴ്സും ഡയറക്ടർ ആൻഡ് റൈറ്റർ പുനിത് സാറാണ്. അപ്പം എല്ലാവരും കൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ റൈറ ഫിലിംസ് നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ മലയാളത്തിന്റെ ഭൂമിയിലേക്ക് റൈറ ഫിലിംസിനെ ഇരുകൈയും നീട്ടി നമുക്ക് എല്ലാവർക്കും, ഓരോ സിനിമാ പ്രേമികളുടെ മുന്നിലേക്കും നല്ല നല്ല സിനിമകൾ നിർമ്മിക്കുന്നതിനായി അവരെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ലോഞ്ച് ഓഫ് റൈറ ഫിലിംസ് ഇൻ കേരള. അതിനായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാദുഷേഖനെയാണ്. ഹീസ് പില്ലർ ഓഫ് മലയാളം സിനിമ. ഇന്ന് പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ആക്ടറാണ്. സോ ബാദുക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ടു ഒഫീഷ്യലി അനൗൺസ് ദ ലോഞ്ച് ഓഫ് റൈറ ഫിലിംസ് ഇൻ മലയാളം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മലയാള സിനിമയുടെ സുവർണകാലമാണ്. ഒരുപാട് പുതിയ കമ്പനികൾ മലയാള സിനിമയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മലയാള സിനിമ എന്നല്ല, നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള സിനിമകളാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു പുതിയ സിനിമ കൂടി മലയാളത്തിലോട്ട് ലോഞ്ച് ചെയ്യുന്നു, റൈറ വെഞ്ചേഴ്സ്. ഈ റൈറ വെഞ്ചേഴ്സിനെ ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ മലയാള ഇൻഡസ്ട്രിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി. അതൊക്കെ ഇന്നത്തെ ഒരു ഈവനിങ്ങിനെ പറ്റി 2 വാക്ക് സംസാരിക്കാമോ പ്ലീസ്? നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് അഡ്രസ് ചെയ്യുമോ പ്ലീസ്? ഓക്കെ. ഏതായാലും അച്യുത അവതാരം സിനിമയെ പറ്റി കൂടുതൽ അറിയില്ല, ഇനി അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ അതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാനും ജയദേവനെല്ലാം അതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ് ദ ഡയറക്ടർ പുനിത്. ഓക്കെ. ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇവിടെ ഒരുപാട് താരങ്ങൾ ഇവിടെ ഇപ്പം എനിക്ക് ഒന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പോസ്റ്ററിൽ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ എല്ലാ മലയാളി ആർട്ടിസ്റ്റുകളും മലയാളത്തിലെ കുറച്ച് ടെക്നീഷ്യന്മാരുടെ പേരുകളും കണ്ടു. അതോടൊപ്പം തന്നെ മലയാളത്തിലോട്ട് കന്നഡയിൽ നിന്ന് കുറേ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും എല്ലാം വന്നു ചേരുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു.
എന്തായാലും ഇവിടെ ഇന്ന് ഒരുപാട് പേര് ഭാഷക്കാർ എത്തിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാരും ഞാൻ ഏതായാലും ഈ ഒരു പ്രോഗ്രാമിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു. Thank you so much, Babuga. Please have a seat. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അച്യുത അവതാരത്തിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ, അതുപോലെ തന്നെ റൈഡ വെഞ്ചേഴ്സിന്റെ അമരക്കാരനായിട്ടുള്ള പുനിത് സാറിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കുവാനായിട്ടായിരിക്കും. സോ അദ്ദേഹം കന്നഡയിലെ ഒരു വളരെ വലിയ ഫിലിം മേക്കറാണ്. അപ്പം പുനിത് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ, മൈ പ്ലീസ് ഹാവ് യു ഓൺ സ്റ്റേജ്. Good evening, everyone, and I would like to thankful to every guest on here, and I think I was amazed, like when I entered into the film industry. It's like walking into the film industry in Malayalam film industry. When I started the movie and until the censor happening, everybody asked why Malayalam film industry. I think when the censor person also asked why Malayalam film industry, I think in the entire Indian cinema industry, the only Malayalam film industry, the grooms the director and the artist, every technicians in the entire industry is Malayalam film industry. Because I think I have been following Malayalam film industry from 2014. Okay, my inspiration is Lal Joseph. Okay, I've seen Vikramaditya. Okay, it's a very inspirational movie which drive me into the film industry, in Malayalam film industry. Okay, to cook a better dish, you need to enter best kitchen. Okay, I think Malayalam film industry is the best kitchen. We have cooked very good meal. Watch the trailer and all the contents. If it drives you to the theater, kindly enter into the theater and watch the film and encourage each and everybody who have worked on the screen, off the screen. Thank you very much. Thank you, Punit sir. I would also like to request you to stay back because we are moving on to the logo reveal of Rida Ventures. So please do the honors. Yes, so ladies and gentlemen, that's Rida Ventures for you. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈഡ വെഞ്ചേഴ്സിന്റെ ആദ്യത്തെ ചിത്രമാണ് അച്യുത അവതാരം എന്ന ഈ ഒരു സിനിമ. അതിനുശേഷം റൈഡ വെഞ്ചേഴ്സ് മലയാളത്തിൽ തന്നെ സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു വലിയ കൈഡിയാകാം അതിന്. ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പുനിത് സാറിനോടൊന്ന് ചോദിച്ചറിയാം. സോ സർ, which movie is in the lineup next? We are producing for Saiju Group, sir. Wow. Next, and our director Arjun is the debut, and Arjun is directing. Yeah, it's his independent debut movie, but we know him through movie Pattapagal. He's an associate director in Tamil industry as well. So, Arjun sir, can I please have you on stage? You'd like to say that? All right. Let your film make the noise among the crowd. Thank you, sir. Thank you so much. So, would you like to speak more about the Saiju Group film? No. We will be talking about. Again, the noise in the theatre. Thank you, sir. Thank you so much. Thank you very much. Wonderful having you here. Now, I would like to invite the co-producers of Rida Ventures on stage. MR Film Factory co-producers Ramesha C, Rudramurthy and Rakesh sir. Could you please stand up so the crowd can see you? I am സംസാരിക്കുന്നില്ല. ഇവർ 3 പേരുമാണ് ചിത്രത്തിന്റെ co-producers. Wonderful having you. Thank you so much. Please be seated. ഇനി നമുക്ക് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കാവുന്നതാണ്. ആൻഡ് ഓഡിയോ ലോഞ്ച് ചെയ്യുന്നതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള വൈക്കം വിജയലക്ഷ്മി മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചിയെ ഒരു വലിയ കൈയോട് കൂടിയിട്ട് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്.
അന്ന് ഞാൻ ജാങ്കോ സ്പേസ് ആയിരുന്നു. ചേച്ചി നമസ്കാരം. രണ്ട് വാക്ക് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് സംസാരിക്കുമോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അച്യുതാവതാരം എന്നുള്ള ചിത്രത്തിൽ എനിക്ക് 5 ഭാഷയിൽ ഒരേ ഗാനം തന്നെ 5 ഭാഷയിൽ പാടാൻ സാധിച്ചു. അത് ഈശ്വരനും ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും മ്യൂസിക് ഡയറക്ടറാകുന്ന ഗുരു പ്രസന്നകുമാർ സാർ, ഫിലിം ഡയറക്ടർ പുനീത് സാർ, ഹരീഷ് സാർ, റേറ വെഞ്ചേഴ്സ്, എല്ലാവർക്കും ഓഡിയൻസിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ സിനിമ വൻ വിജയകരമാകട്ടെ. എല്ലാവരും പാട്ട് കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. ತುಂಬಾ ಧನ್ಯವಾದಗಳು. വെരി താങ്ക് യു വെരി മച്ച്. ബാദുഷിക്ക താങ്ക് യു. എനിക്ക് നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഫിലിം ആക്ടേഴ്സിനൊക്കെ നന്ദി അറിയിക്കുന്നു. ബാക്കിയുള്ളവരെ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. എന്നിട്ട് ചേച്ചി വേണം ഓഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട്. സോ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം ഞാൻ. അപ്പൊ വേദിയിലേക്ക് നമ്മൾ അഷ്കർക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. അഷ്കർ സൗദാൻ. Along with him, may I have Hanna Raji Koshi, Prasanna Kumar, the music director of the film, and of course the director and writer Punit sir and K.R. Praveen. So ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നത്. Yeah, Shruti, please join us. ചേച്ചി വിളിച്ചോളൂ. ശ്രുതി വരൂ. Also, the heroine of the film, Malavika, is here. മലയാളത്തിലേക്ക് ഒരു പുതിയ നായക നടി കൂടി ഈ ഒരു സിനിമയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്, മാളവിക. And of course, സീമ ചേച്ചി. അതെ, പിന്നെ നമ്മുടെ സീമ ചേച്ചി, സീമാജി നായർ. സീമ ചേച്ചി ഒരു വലിയ കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബാധിക്കും കൂടി ഒരു വേദിയിൽ ഒന്ന് ജോയിൻ ചെയ്താലാണ് നമ്മുടെ ഈ ഒരു സ്റ്റേജ് ഒന്ന് കംപ്ലീറ്റ് ആവുന്നത്. സോ പ്ലീസ് ജോയിൻ us. Thank you so much. Everybody can join the audience. Vijayashri ചേച്ചി ഒന്ന് സ്റ്റേജിൽ റിമൈൻ ചെയ്യണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. Rest everybody can join the audience. Thank you so much. ഹായ് ചേച്ചി. അപ്പം നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് ഒന്ന് കളർ ആക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും എടുത്തത്? ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടണം. ഈ സിനിമയില് ഒരു 5 ലാംഗ്വേജിൽ പാടിയ പാട്ട് എന്ന് പറഞ്ഞില്ലേ, ആ പാട്ടായാലും നമുക്ക് Sir, Prasanna sir, please join me. Please help me. Yes, do it. I want to sing with sir. Do it. Wow, so വളരെ ഒരു ഗുഡ് മൊമെന്റ് ആണ് ഈ ഒരു വേദിയിൽ സംഭവിക്കുന്നത്. The music director Prasanna sir along with the playback singer രണ്ടുപേരും ഒരുമിച്ചാണ് സിനിമയിലെ ഈ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടിത്തരാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയ കൈയടി കൊടുക്കാൻ നമുക്ക് ഈ ഒരു മൊമെന്റിനായിട്ട് സർവീസ് ചെയ്തു. I need the lyrics actually, if you want. Because I should say this, like whatever the lyrics we sing, so without a double and
next chance, like she will sing that in a one take. Yeah. That is for sure. Like all the languages. Like I'll tell about the like what is the story, like how we recorded all the songs. I'll just tell you. Like we will listen to the song, please. Thank you, ma'am. Thank you. Thank you, sir. Ishwara. Thank you so much, Prasanna sir. Thank you. ചേച്ചി അടിപൊളി. നമ്മൾ ആക്ച്വലി ഈ ഒരു പാട്ട് തിയേറ്ററിൽ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തിയേറ്ററിൽ കേൾക്കുന്നതിന് മുമ്പ് അമ്മ താങ്ക് യു കേട്ടോ. ചേച്ചിയോ ഓക്കെ. അപ്പം നമ്മുടെ വിജയലക്ഷ്മി ചേച്ചി ഇപ്പൊ ഇവിടെ പാടി ഈ ഒരു ഗാനം എന്ത് പവർഫുൾ ഗാനമാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ലിറിക്കൽ വീഡിയോ ഒന്ന് കാണാം. സ്ക്രീനിൽ ബാക്ക് സ്ക്രീനിൽ എന്തായാലും പാട്ട് വരുന്നതായിരിക്കും. സോ മേ ഹാവ് ദ ലൈറ്റ്സ് ഡിംഡ് പ്ലീസ്. Wow, what a composition. Sir, super good. അല്ലേ? നമുക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുക്കാം. പാടിയ ചേച്ചിക്കും അതുപോലെ തന്നെ പ്രസന്നകുമാർ സാറിനുമാണ് ഈ ഒരു കൈയ്യടി. ദ പെയിൻ, ദി ആങ്കർ, ആ ഒരു പാട്ടിലെ ഇമോഷൻസ് ഒക്കെ വളരെ വളരെ വലുതാണ്. അതായത് തീർച്ചയായിട്ടും അച്യുതാവതാരം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലേക്ക് എന്താണ് ഈ ഒരു ദേഷ്യത്തിന്റെ കാരണം അല്ലെങ്കിൽ ആ ഒരു പകയുടെ റീസൺ എന്നറിയാനായിട്ട് ഓരോ ഒരു ഓഡിയന്റെ മനസ്സിലും തോന്നിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ഒരു കമ്പോസിഷൻ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും പ്രസന്നകുമാർ സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടതുണ്ട്. സാർ വിൽ യു പ്ലീസ് കം ഫോർവേഡ്. ഒരു വലിയ കൈയ്യടിയാകാം. The creator of the music is here. Sir, please address the audience. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. So basically when I met Puneet sir, the director of the movie, he had a big vision. So he just told that like this is what we are, and he had prepared all the things like to show me so what we are going to do. So he had that recording, so sent me that and I heard it. That was around half an hour. So we discussed about the thing and getting into the Malayalam. This is my first like Malayalam movie. Okay, getting into this industry and to be given this opportunity, and I should prove myself and I should prove the whole team that they selected, they given this opportunity to me, that is correct. So that was my first intention. Yeah, I hope I like proved it. I don't know, like it's all your like blessings. Thank you so much. And coming to this song actually, so very emotional and very happy as well. And my first Malayalam and the journey started with Vijayalakshmi ma'am. Thank you so much ma'am. So that is a great blessing for me. And after this first recording, like we recorded the other 4 songs, and coming to the recording, so I just sent the like song to ma'am, and like sir coordinated. So then what happened? Like she just came to the studio, and the first line, whatever she sung, was the first take. That was the final one. So we didn't like our like we got goosebumps that day, and that was my birthday. That was the greatest gift I can get in my whole life actually. That. And then what happened, the whole team decided to get into all the 4 other languages, Kannada, Tamil, Telugu and Hindi. So that also we sent the like versions to her, and around 2.5 hours to 3 hours like she recorded all the songs, and she told that today like she got the throat pain after that in the evening. And thank you ma'am, thank you for all the efforts and your blessing to this song. Yes. And one more thing I want to tell you, this is from the team Raira Ventures, our team Raira Ventures. This is just the beginning, I say. So like the team has a greater and the greatest plans in the future. Like we are going to have that. And coming to the other songs, like we have other 3 songs with this one, and one more is the journey of Achyuta. So what happened to her, like how her journey is.
what is she going through. So all that like we are going to show that in a song actually. That is in English. And that is sung by none other than Shruti Shivadas. She is here. Okay, please. She is here. And actually she came for the, like we called a group of singers for the first song's chorus. Okay, that I should tell actually. So she was in that group actually. And after that I heard that she has sung for Maestro, A.R. Rahman sir and all. So then like I thought, okay, she has sung for A.R. Rahman sir and I'm just a newcomer for this Malayalam thing. And how she, like, I don't know, she might not have asked like who is directing the music or nothing. So she just came and the whole session was very nice. The like what is that, swaras and all, like we were struggling to get that like one by one like lines. They were all very sweet. All the four singers like what we had for the chorus along with Shruti Shivadas. So like no attitude, nothing, singing for a big this one. Yeah, sir. Who wants to add? Everyone asked why in Malayalam. This is for the Malayalam. This is why we entered Malayalam films. Yeah. Really like what is that? Like that. Later like one more song what she has sung as a lead singer. So we thought of like we recorded the song actually with the other singer. So we didn't like it. Okay. So even the attitude. Okay. So like what happened? Then like we called her. In a single call only, she told, okay, don't worry, I will come and sing that. I will sing English too, okay, like all the textures. And that day, she had some, like what is it, cold. That actually added to her song actually. So that is very nice. So like before she gets back to her seat, she would like to speak, please. Some, or 2-3 lines as well of the song. Anyways, we'll show that. Please, Shruti madam. Thank you very much for the sweet words. I hope most of you are Malayalis, but okay, I'll talk both languages. I don't know, I didn't expect this much of hype for me because as he said, I started as a chorus singer in this, and then you contacted for the other song. Actually, Vijayalakshmi ചേച്ചിക്ക് സോങ്സ് ഓർമ്മയുള്ള ആളാണെങ്കിൽ പാടുന്ന സോങ്സ് മറന്നു പോകുന്ന ആളാണ് ഞാൻ. I'm the exact opposite of her. I totally forgot what I sang. I don't know what. Would you like to hum with me? I rise from the dark where the gods on stage, shadows break open where the footsteps play, light in the room, winds fire in the frame, every heartbeat calling out his name. That's it, no? Stone in the silence, thunder in the bones, she is the dancer, walks through her nose, creeping in rhythm, destiny to stay, like you for breathing through a broken ray. Seriously, I think we'll listen to your final product. Thank you so much for the kind words. Thank you, Puneet. Thank you so much for the words. And so nice to see. Actually, Shivetan, he's my old friend. I think you've worked with this movie, and even Jaydev Chetna is my cousin's very close friend. So very happy to see everyone after a very long time. Yes. So we'll listen. Thank you, Shruti ma'am. And this is her song. We'll, anyways, we'll present it. Coming to the next song, that is a rap song where we are engaging the people with the gang. So, what is the gang we are going to show in this movie? So, that gang has a song. Okay, that is also like that is sung by Aldrin. Okay, he is not here. Like he went to other program. He's occupied. So, like, thanks to him as well, like, we have sent him many corrections. Like, director sir has coordinated very well. So, like, we sent many corrections and without double, like, check or something, he would send that back very easily, very smoothly it went off. And coming to the another song, like, that is The Rage of Achyuta. So, Achyuta, the second phase, we can say. So, without, like, beyond the limitations, how we are going to present is another song that is sung by Venomous. So you all must be knowing her. So she's a like first Malayalam rapper. So
well established, and so she also like sung it like very smoothly and with all the love and care, like every singers like whom we have worked with. So I want to work with them like a lot of times in the future. Thank you so much, all the singers. Thank you Vijayalakshmi ma'am, thank you Shruti ma'am, thank you Aldrin, and thank you Venomous, each and everyone. And coming to the what is the instrumentation, you might have heard it, and in between like you have seen the instrument called as the violin, cellos, and double bass. There's many instruments. So coming to that, like we have used Nadaswaram, the Chanda, the Chande, so what we call in Kannada. So then like we have used Budapest scoring. So like what is that? Everybody's dream is to like once record there. And the team has given that opportunity to me to record there. Thank you so much to all the producers and directors, sir. Thank you so much. And so coming to all the songs, like we have like one like this song, the Malayalam with all the other versions, Kannada, Telugu, Tamil and Hindi. And other 3 songs, like we have 2 songs in English and one is Manglish, Malayalam plus English we have. Yeah. And coming to the like score of the movie, so I'd like to talk like this is, I think I should speak. So each and everything like thing we have planned in such a way that each and everybody should be having a theme, and we have prepared it, and it's all ready to serve in like in few days. Like we are going to finish all our like final product. It is very like we are all eagerly waiting to showcase that to you all. So soon you will be seeing that live recordings, different types of instrumentation, and coming to the like final product, you will love it, I must say. And yeah, coming to the final thing, you are the bridge, the media people. You are the bridge for our movie and the people. In between the like people and the movie, you are the bridge. Please support us. Like you will do that, and this industry like for whoever the like makers, the newcomers or the like seniors have heard that like everybody will like what is it, support the newcomers. So please do that, and we have taken a step. And coming to the senior like artists like whom we have now, so you have prepared that ladder. So like we are just climbing. We are 1 step or 2 steps. Like we are just climbing it. Please support us as much as possible. Thanking everyone who is present here, one and all. And again, thanking my director Puneet sir. Thank you so much, sir. Ramesh sir, Rudra sir, and Rakesh sir. So each and every one of you and the team is very supportive. And I met all the like actors today. And thank you Seema ma'am. Thank you Malavika and everybody like whom I have met today. And they have acted very well, so that I could give more like what is the impact in the background score. So each and everybody like asking for that theme. So I have given in that such a way that like they should be well served to you all. Okay, and thank you so much. These are my words, and eagerly waiting to show you the product to you all as soon as possible. Thank you one and all. If I have missed anything in between also, I will come and talk to you all. Thank you so much. Thank you again. I remember. Yeah, and coming to the final product, like we need to have that final mix and mastering, right? So we have like what is that? VTP sir, like Vivek Thomas sir has like mixed and mastered 2 songs of our movie, and 1 song is getting like the first song is mixed and mastered by Tuba Q Sujit Sridhar sir, and 1 more is Shivom Studios Bangalore Sachin Dodamani. He has mixed and mastered it, and other things like the 5.1 and the Atmos is getting like prepared by Aston in 4 frames. Like we are like getting it ready, and soon we will meet you all in the theaters. Yeah. Thank you, sir. Thank you so much. Next, I would like to have the editor of the movie, Mahesh sir, talking a few words to us. Mahesh sir, undo you gathering? Ah, you're there, sir. Please come. Hi everyone. Thank you for giving the opportunity to work on me. I never thought that I will be working with the Malayalam industry. I have seen so much of positive results, how the making of Malayalam industry is. So editing comes to the part of the final thing. Where you can present the different perspective of the stories.
So the story begins like we'll be having an imagination. So like this is the thing story how we can show it. But this is the main part where we can give the most beautiful presentations in the editing part. So apart from that, everyone already has taken very well about the movie. Due to the language barrier, I could speak it in English only. Remaining giving opportunity from the director Puneet and even Anand Sundesh was the DOP, he couldn't able to join us, and producers are there where it's very thankful for giving me an opportunity. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് പയ്യെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർ ഓരോരുത്തരെ വിളിച്ചു തുടങ്ങാം. ബിഫോർ ദാറ്റ്, യെസ് സർ. ഓക്കെ, സോ ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രുതിക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതി ആയിരിക്കും അടുത്തതായി നമുക്ക് വേണ്ടിയിട്ട് ശ്രുതി പാടിയ പാട്ട് പാടാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഓൾറൈറ്റ്. സോ നമുക്ക് ശ്രുതി പാടുകയായിരിക്കില്ല, ശ്രുതി പാടിയ പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കേൾക്കാം. സോ അച്യുത അവതാരത്തിൽ നമ്മൾ ഓൾറെഡി വിജയലക്ഷ്മി ജി പാടിയ പാട്ട് കേട്ടു. ഇത് ശ്രുതി പാടിയ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഒരു മലയാളത്തില് നമ്മൾ വളരെ റയർ ആയിട്ടാണ് ഇങ്ങനത്തെ സോങ്സ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ആൻഡ് എക്സലന്റ് പ്രൊനൗൺസിയേഷൻ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ശ്രുതി. സോ ശ്രുതിക്ക് കൊടുക്കുക ഒരു വലിയ കൈഡി. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് അച്യുത അവതാരം എന്ന സിനിമയിൽ അഭിനയിച്ച് ഓരോരുത്തരെയായിട്ട് പയ്യെ പയ്യെ മീറ്റ് ചെയ്ത് തുടങ്ങാം. സോ വാട്ട് ഐ ബിലീവ് ഇസ്, ഒരു ആർട്ടിസ്റ്റ് വളരുന്നത് ജനങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോഴാണ്. സോ ആ ഒരു ജനങ്ങൾക്കുള്ള ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെയധികം ഉള്ള ഒരു വ്യക്തിയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ അപ്പാർട്ട് ഫ്രം ബീങ് എക്സ്യൂബറന്റ് ആക്ടർ, ഒരു വളരെ ഗുഡ് സോൾ ആണ് നമ്മുടെ സ്വന്തം സീമ ചേച്ചി, സീമ ജി നായർ. അപ്പൊ സീമ ചേച്ചി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേഷത്തിൽ ഈ ഒരു ചിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിൽ എത്തുന്നുണ്ട് എന്നാണ് ഞാൻ നമ്മുടെ ക്രൂവിൽ നിന്നും അറിയാൻ സാധിച്ചത്. സോ അടുത്തതായിട്ട് ചേച്ചി ആയിരിക്കും നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നത്. സോ വിത്ത് എ ലോട്ട് ഓഫ് റെസ്പെക്ട്, ചേച്ചി മേ ഹാവ് യു ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഞാൻ ഒരുപാട് വർഷമായി ഒരു ഓഡിയോ ലോഞ്ചിങ്ങിനായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് പല കാരണങ്ങളാൽ പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട അച്യുത അവതാരം ടീംസ്, എനിക്ക് അവരെൻ്റെ സഹോദരന്മാരെ പോലെയും എൻ്റെ പുനീതൊക്കെ എനിക്ക് എൻ്റെ മോനെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ട് തിരിയല്ലേ? അതെ, കാരണം ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചാണ് ചെന്നത്. മൊത്തം കന്നഡയാണ്, എന്ത് ഭാഷ പറയുമോ, എന്താണെങ്കിലും കാണിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ ഞാൻ പറയുന്നതൊക്കെ പുനീതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും എന്നോട് എന്താ പറയുക, ചേർന്ന് തന്നെ നിന്നപ്പോൾ എനിക്ക് ആ വേഷം ഭംഗിയായിട്ട് നമ്മുടെ മാളുവിൻ്റെ അമ്മയായിട്ട് അത് ചെയ്യാൻ സാധിച്ചു. കുറച്ചേ ഉള്ളൂ, എന്നാലും അത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. അതിന് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും അത്ര പിടിക്കണ്ടായിരുന്നില്ല. അപ്പോൾ രുദ്രയൊക്കെ എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് രാകേഷ് ആണെങ്കിലും രമേശ് ആണെങ്കിലും രുദ്രയാണെങ്കിലും അതായത് അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും എൻ്റെ അടുത്ത് പെരുമാറിയത്. ഞാനും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അച്യുത അവതാരത്തിന് കാത്തു നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു ഇവരോട്, എന്തുകൊണ്ട് നിങ്ങൾ മലയാളം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മലയാളം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒറ്റ വാക്കാണ്, അത് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, മലയാളത്തെ അത്രയധികം സ്നേഹിക്കുന്നു, മലയാളത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഭാഷ അവിടെ ഉണ്ട്, കന്നഡ. എന്നിട്ടും അവർ മലയാളത്തിലേക്ക് എന്താ പറയണ്ടേ, അവരൊരു റിസ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വന്ന് നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാ നന്മകളും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മാളു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് മലയാളം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആശംസിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട പുനീതിനും എല്ലാ ക്രൂവിനും നല്ലൊരു തുടക്കമാവട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സോ സിനിമ അച്യുതാവതാരം എന്ന ഈ ഒരു സിനിമ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയാണ്. ഇപ്പം ചേച്ചി ഇവിടെ നിന്ന് നേരത്തെ സംസാരിച്ചപ്പോൾ മലയാളത്തിലേക്ക് നമുക്ക് പുതിയൊരു താരത്തെ കൂടി ലഭിക്കുകയാണ് അച്യുതാവതാരം എന്ന ഈ ഒരു സിനിമയിലൂടെ. അടുത്തതായിട്ട് നിങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത് മാളവിക നന്ദനാണ്, അച്യുതാവതാരം അവതരിപ്പിക്കുന്ന അവരുടെ ഹീറോയിൻ. സോ മാളവിക ഒരു നല്ല ആക്ടറാണ് എന്ന് ഇപ്പൊ സീമ ചേച്ചി പറഞ്ഞു. ഇനി സിനിമ കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ കാത്തിരിക്കുകയാണ്. അപ്പൊ ബിഫോർ ദാറ്റ് നമുക്കറിയുന്ന മറ്റൊരു കാര്യം, മാളവിക നല്ലൊരു അത്യുഗ്ര നർത്തകി കൂടിയാണ് എന്നുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് വെൽക്കം ദി ആക്ടർ ആൻഡ് ഡാൻസർ മാളവിക നന്ദൻ ഓൺ ദി സ്റ്റേജ്. എനിക്കറിയാം മാളവിക വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. ആദ്യത്തെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആണ്. സോ ഫസ്റ്റ് വൺസ് ആർ ഓൾവേസ് ഗോണ ബി സോ സ്പെഷ്യൽ. കാരണം ഇത് ഇനി ഉണ്ടാവില്ല. സോ പ്ലീസ് അഡ്രസ് ദി ഗാദറിംഗ്. ദി സ്റ്റേജ് ഇസ് ഓൾ യോഴ്സ്. ശ്രീ ഗുരുഭ്യോ നമഃ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഐ എം എക്സ്ട്രീംലി സ്പീച്ച്ലെസ്. പക്ഷേ ഐ വോണ്ട് ടു താങ്ക് the universe, the God, the Devi that I am very much into every day, that I pray to her every day, for guiding me towards this wonderful project that I have done with the Raira Ventures. And thank you so much, Punit sir, for trusting me in this. Andy sir, Anant sir, DOP, as well as the producers, for even thinking that I might be a good fit for this role, because initially ഞങ്ങൾ മീറ്റ് ചെയ്തത് വളരെ ഒരു സഡൻ തോട്ടിലായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തത്. അവർക്ക് ഒരുപാട് ദിവസമായിട്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളൊരു ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അവർ ആ ഒരു സെർച്ചിലായിരുന്നു. ആ സമയത്തായിരുന്നു ഒരു മേ ബി ഒരു 5 minutes നമുക്ക് ജസ്റ്റ് ഈ കുട്ടിനെ മീറ്റ് ചെയ്തിട്ട് പോവാം എന്നാണ് വന്ന് എന്നെ മീറ്റ് ചെയ്തത്. ആൻഡ് ഭാഗ്യത്തിന് ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് യു നോ it's a wonderful opportunity to work in the industry itself, and I'm a huge fan of acting. I'm a huge fan of arts in itself. So ഞാൻ റെഡി ആയിരുന്നു. ഞാൻ പോയി മീറ്റ് ചെയ്തു, അവരെ കണ്ടു. അവരുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പോഴും എൻ്റെ മൈൻഡിൽ ലൈക്ക് ഇവരൊക്കെ വലിയ ഡയറക്ടേഴ്സാണ്, വലിയ പ്രൊഡ്യൂസേഴ്സാണ്. സോ I'm not sure if I will even be a part of this film എന്നായിരുന്നു ഇനീഷ്യലി എൻ്റെ ഉണ്ടായിരുന്നത്. പക്ഷേ when we got into the discussions further is when I realized that I got the opportunity. And then on, one thing that I have to എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ the team was extremely cooperative. ഇപ്പം സീമ മാം പറഞ്ഞ പോലെ, സീമ ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ ഡേ 1 നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കോൺവെർസേഷൻസ് ആയിക്കോട്ടെ, ഈവൻ ഇൻ സെറ്റിലുള്ള കോൺവെർസേഷൻസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, വളരെ സ്മൂത്തായിട്ട് അവർ പ്ലാൻ ചെയ്ത ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ തീർത്തു. വളരെ ചിട്ടയോടെ അവരെല്ലാം തീർത്തു. ആൻഡ് നമ്മൾ എത്ര അക്കോമഡേറ്റിംഗ് ആയിട്ട് വെക്കാൻ പറ്റുമോ അത്രയും അക്കോമഡേറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് സപ്പോർട്ട് ഇസ് വാട്ട് മെയ്ഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ഈവൻ മോർ മീനിങ്ഫുൾ ഫോർ മീ, ബിക്കോസ് ദിസ് ഇസ് മൈ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ ഇൻഡസ്ട്രി, ആൻഡ് എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രി. സോ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും സപ്പോർട്ടീവായിട്ടൊരു ടീമിൻ്റെ കൂടെ ഞാൻ കയറണമെങ്കിൽ അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ എൻറ്റയർ ടീം. ആൻഡ് I'm even more grateful for the fact that I got to work with Seema Chechi, and I got to work with Avinash sir, and I got to work with wonderful bunch of co-actors over there, Shivetan, we have Majidet and Anandu, and we also have Joseph, we have Abhi, who acts as my brother in this team, and rest of all the other crew as well. Every one of them, I think in that 1 or 2 schedules, they've turned into a very good support system of mine. ഞാൻ വേറെ എവിടെ എന്ത് ചെയ്താലും അവർ വളരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായി മാറി, എൻ്റെ ഒരു ഫാമിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് മാറി. സോ ദിസ് എൻറ്റയർ പ്രൊജക്റ്റ് തന്നെ എനിക്കൊരു മോർ ദാൻ ജസ്റ്റ് എ ഫിലിം, ഇറ്റ്സ് ബിൻ എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് വെരി ഗുഡ് ക്രിയേറ്റീവ് ഹ്യൂമൻ ബീങ്സ്. And I am always a curious learner, and I love to connect with people. And this has been the most exciting part of my life, and I'm so grateful to the God, universe, and the Achyutavataram team for having me in this project, and to even think that I might be good enough for this film. And avരുടെ സപ്പോർട്ടും ഗൈഡൻസും കാരണം
എനിക്ക് പരമാവധി എൻ്റെ പറ്റാവുന്ന ഫുൾ എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഇൻ സെറ്റ് ഓരോ സീനിലും പെർഫെക്ഷൻ നോക്കാണ്ട് ക്രോസ് ചെയ്യാണ്ട് അവർ ഒരു അടുത്ത സീനിലോട്ട് പോകാറില്ല. സോ ദാറ്റ് ഡെഡിക്കേഷൻ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്. ഇവർക്ക് നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായാലും ഡേ ഷൂട്ട്സ് ഉണ്ടായാലും ഇവരുടെ എൻതൂസിയാസം എപ്പോഴും 100 അല്ല 1000% ആയിരുന്നു. അവർ ഒരു ടയർഡ്നെസ്സും ഇല്ലാണ്ട് അടുത്ത ദിവസം വന്ന് നിൽക്കുന്ന അവരുടെ ഒരു എൻതൂസിയാസം കാണുമ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് ലൈക്ക് ഹൗ മച്ച് മോർ എഫേർട്ട് ഐ എം സപ്പോസ് ടു പുട്ട്. അവരുടെ ആ ഒരു ഇൻസ്പിറേഷൻ കാരണമായിരുന്നു ഞാൻ ഇനിയും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അവരുടെ ഫീഡ്ബാക്ക് കാരണമായിരുന്നു ഐ വാസ് ഏബിൾ ടു ഗിവ് മൈ 100% to this role, and I'm very the more grateful for this entire opportunity, and I'm very much happy to see Sir over here, to see all the great people over here. And Chechi, I've seen you in Bigg Boss, and I'm a huge fan of your dance. And ma'am, I'm extremely happy. Thank you so much, ma'am, and thank you so much for everyone. Thank you, Vijayalakshmi Chechi. എൻ്റെ ആദ്യത്തെ ഫിലിമിൽ തന്നെ ചേച്ചിൻ്റെ ഒരു പാട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഷുഡ് സേ ദിസ്, ഞാൻ ചേച്ചിയുടെ ഒരു ഫാനാണ്. മീനാക്ഷി ചേച്ചിൻ്റെ ഒരുപാട് ലൈക്ക് ഇവൻറ്റ്സ് ഞാൻ കണ്ടിട്ട്, ആങ്കറിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ചേച്ചിയിൽ ഞാൻ വളരെ ലൈക്ക് ഒരു ചേച്ചിയുടെ ഒരു പബ്ലിക് പ്രസൻസിനൊക്കെ വളരെ ഞാൻ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദിസ് ഇവന്റ് ആസ് വെൽ. താങ്ക് യു എവറി വൺ, ദ മീഡിയ പീപ്പിൾ. Thank you for all the wonderful guests, the Achutavadar team, and to the God Almighty for making me a part of this wonderful day. And I hope you all will enjoy this film. It is going to be an amazing film. It's a new age film. ഒരു വളരെ ഡിഫറെൻറ്റ് ടേക്ക് ടു സൈബർ ക്രൈം സ്റ്റോറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചെറിയ കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാർ വരെ. വളരെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമും കൂടിയാണ്. So it's going to be a blockbuster is what I believe, because that is the product that we have brought in front of you today. So support cheyyuva, theaters lo pogu, please watch and give us amazing feedbacks, and please enjoy this film. Thank you so much. Thank you so much, Malavika, for your words. Such a rooted person you are. Naale uyarangal keezhadakkumbozhum I hope you remain the same person as you are today, and all the blessings. All right, so ipo nammal സിനിമയിൽ അഭിനയിച്ച രണ്ടുപേരെ പരിചയപ്പെട്ടു. ഇനി സിനിമയുടെ ഭാഗമല്ലെങ്കിൽ കൂടി മലയാള സിനിമയുടെ വലിയൊരു ഭാഗമായിട്ടുള്ള രണ്ടുപേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഷ്കർ സൗദാൻ ആൻഡ് ഹന്ന രജികോഷി, എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ അടുത്തതായിട്ട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് അഷ്കറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇക്ക അങ്ങനെ പറയരുത്, പ്ലീസ് കം ഫോർവേഡ്. നമസ്കാരം. ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമ്മൾ വിളിച്ച കൺട്രോളർ അനീഷ് പെരുമ്പിലാവ്, നേരത്തെ കണ്ടില്ല, അവരെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ വന്നപ്പോഴേ കണ്ട ആദ്യ ഒരു വ്യക്തി ബാദുക്കാനെ കണ്ടത്, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചപ്പോൾ വിജയലക്ഷ്മി ചേച്ചിനെ കണ്ടു. വിജയലക്ഷ്മി ചേച്ചിനെ കണ്ടപ്പോഴേ വിജയലക്ഷ്മി ചോദിച്ചത് മമ്മൂക്കാനോട് നിൽക്കുന്നു സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേക്കാളും അടുത്തൊരാൾ ഇവിടെ ഉണ്ട്, ബാദുക്കയുണ്ട്. ഞാൻ പെങ്ങളുടെ മോനാണെങ്കിലും ബാദുക്കയാണ് എപ്പോഴും അവർ സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ. അച്യുതാവതാരം എന്ന സിനിമ ഓഡിയോ ലോഞ്ചാണ്, അതിൽ ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. നമ്മൾ മലയാള സിനിമയാണ് നമ്മൾ പാൻ ഇന്ത്യനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കന്നഡയിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക്സ്. പ്രൊഡക്ഷൻ ടീമിനോട് ഒരുപാട് റയർ വെഞ്ചേഴ്സിനോട് ഒരുപാട് നന്ദി. കാരണം നിങ്ങളെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു, മലയാള ഇൻഡസ്ട്രിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. എല്ലാവർക്കും താങ്ക് യു. Thank you so much, Ashkar Khan. Now may I invite the very gorgeous Hanna. Hello everyone. First of all, thank you so much for inviting me. Ashkar പറഞ്ഞ പോലെ ഫസ്റ്റ് ഇടത് ബാധുക്കയാണ്. ഹായ് ബാധുക്ക. എനിവേസ് ഇമേജി ഹായ് ആൻഡ് വിജയലക്ഷ്മിജിനെ കണ്ടതിൽ സന്തോഷം. And so happy to be a part of the audio launch here. And to the Kannada team, to the director, and ഞാൻ കർണാടകയിലാണ് പഠിച്ചത്. I studied in Karnataka, so കന്നഡ ಸ್ವಲ್ಪ ಗೊತ್ತಾಯಿತು. But I used to watch Kannada movies a lot. അവിടെ കോളേജ് ബ്രേക്ക് കിട്ടുമ്പം കന്നഡ സിനിമ പോയി കാണുക. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും കുറേയൊക്കെ ഇരുന്ന് കാണും.
And right now, standing here, so happy to see a Kannada team coming here and making their first debut movie in Malayalam. And we are so happy, we are so kind of proud to say that. നിങ്ങൾ ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രി ഇത്ര സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതിൽ. Anyway, thank you. And anyway, all the best to the Achyuta Avataram movie team and to the actress as well. All the best to you. Have a bright future. Anyway, and to the media team, ഈ മൂവി സക്സസ്ഫുൾ ആവട്ടെ. കാണുന്നവർ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. The music, everything was awesome. So all the best to the entire team. Thank you so much once again for having me here. Thank you. അടുത്തതായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് I'd like to invite K.R. Praveen sir. He is the director of നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ, തമി, മാരിവില്ലൻ ഗോപുരങ്ങൾ, കുറി തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത K.R. Praveen sir ആണ് അടുത്തതായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ പോകുന്നത്. And thank you so much Baduka for being here. He is leaving right now, so thank you so much. Praveen sir, please. ആദ്യമേ ഒരു തിരുത്തുണ്ട്. മാരിവില്ലൻ ഗോപുരങ്ങൾ ഞാനല്ല സംവിധാനം ചെയ്തത്. മാരിവില്ലൻ ഗോപുരങ്ങളുടെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. എനിവേ കയറി വന്നപ്പോൾ കുറച്ചധികം നേരത്തെ ഞാനും ജയദേവും ആണ് ഇവിടെ ആദ്യം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ട്രസ് ഭാവനയുടെ ബ്രദറാണ് ജയദേവൻ, ഈസ് എ ഡയറക്ടർ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യം കയറി വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള രണ്ട് ആക്ടേഴ്സിൻ്റെ മുഖമാണ് ശ്രദ്ധിച്ചത്. ശ്രീ അവിനാഷ് സാർ, സിനിമ ചേച്ചി. അപ്പം ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു, എന്താണ് പടം, എങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കും എന്നിങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റ് സ്റ്റാർട്ടായി. ഒരു വിഭവം അതിൻ്റെ ഗുണം തിരിച്ചറിയാൻ അത് രുചിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ മണം കിട്ടിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എക്സലൻറ്റ് ക്വാളിറ്റി അതിൻ്റെ മേക്കിങ്ങിൽ കാണാൻ ബസ് എ ഡയറക്ടർ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. പുനീത്, യു ഹാവ് ഗ്രേറ്റ് ഫ്യൂച്ചർ അഹെഡ്. ഒരു സിനിമയുടെ മാതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റർക്കാണ്, അതിൻ്റെ പിതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്. പക്ഷേ ഈ മാതാവിനും പിതാവിനും ജന്മം കൊടുക്കുന്ന പിതൃക്കൾ, ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. സോ ഇവരുടെയൊക്കെ ഒരു ജനന സാഫല്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഭാവിയിൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റട്ടെ, ആ ടീമിൻ്റെ ഇന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇന്ന സംവിധായകൻ്റെ ഇന്ന നായികയുടെ ആദ്യത്തെ സംരംഭത്തിന് ഞങ്ങൾ ഭാഗമായിരുന്നു എന്ന് പറയാൻ പറ്റട്ടെ. അച്യുതം എന്ന വാക്കിന് എൻ്റെ അറിവിൽ നാശമില്ലാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണ് എൻ്റെ അറിവ്. അത്തരത്തിൽ നാശമില്ലാത്ത ഒരു പ്രൊഡക്ഷൻ വെഞ്ചറും ഒരു കമ്പനിയും ഒരു കൂട്ടം ടെക്നീഷ്യൻസും ഒക്കെ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. സോറി ഫോർ ദി എറർ. അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ജയദേവ് സാറിനെയാണ്, നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട്. So please come onto the stage. So as we all know, അദ്ദേഹം ഒരു സംവിധായകനാണ്. The Door എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ 5-ാം പ്രമാണം എന്നൊരു സിനിമയുടെ ഡയറക്ഷൻ വർക്ക് നടക്കുകയാണ്. ആൻഡ് അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ഭാവന ചേച്ചിയുടെ ബ്രദർ കൂടിയാണ്, ഭാവന മാമിൻ്റെ ബ്രദർ കൂടിയാണ്. So the stage is all yours, sir. Thank you very much. And actually കേരളത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ വേദിയിൽ. ഞാനൊരു ആക്സിഡൻ്റിൽ ഇവിടെ എത്തിയതാണ്. അപ്പോൾ എന്നോട് നമ്മുടെ PRO ശിവപ്രസാദ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു നല്ലൊരു സിനിമ ലോഞ്ച് ചെയ്യുന്നുണ്ട്, സോ യു ഷുഡ് കം. ഞാൻ പറഞ്ഞു, പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ചെറിയൊരു വർക്കിനുള്ളിലാണ്. അവരോട് വന്നേ പറ്റൂ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ കോറിഡോറിൽ കയറിയപ്പോൾ ഫുൾ പോസ്റ്റേഴ്സാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ വന്ന ഉടനെ ഇതൊരു ഭയങ്കര ഡിഫറെൻറ്റ് സംഭവമായി. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ, അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ അവിനാഷ് സാറിൻ്റെ ഫോട്ടോ കാണുന്നത്. അപ്പം എനിക്ക് തോന്നി ഇതൊരു കന്നഡ പടമാണല്ലോ. ഇപ്പം എല്ലാം ഒരു പാൻ ഇന്ത്യൻ സിനിമകളാണല്ലോ പൊതുവെ. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ഇങ്ങോട്ട് വരാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് ഫോർ യു ആൻഡ് എല്ലാം ഗംഭീരമായി സംഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you, sir. Thank you so much.
സോ അച്യുതാവതാരത്തിലെ 2 പാട്ടുകൾ നമ്മളിപ്പോൾ ഓൾറെഡി കേട്ടിരുന്നു. ഇനി മൂന്നാമത് ഒരു സോങ് കൂടി കേൾക്കാനുള്ള സമയമാണ് നമുക്ക്. സോ മൂന്നാമത്തെ പാട്ട് നമുക്ക് കേൾക്കാം. മേ ഹാവ് ദ ലൈറ്റ്സ് ഡിംഡ് പ്ലീസ്. അടുത്തതായി നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് കായ്പോള എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഷൈജു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ, മേ പ്ലീസ് ഹാവ് യു ഓൺ സ്റ്റേജ്. ഓൾറൈറ്റ്. സോ അദ്ദേഹം അവിടെ തിരക്കുകളിലാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നത് മറ്റാരെയുമല്ല. ഇപ്പം മാളവിക നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ബിഗ് ബോസിലെ മാളവികയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് സന്ധി ചേച്ചീനെയാണെന്ന്. ഒട്ടുമിക്കപ്പെട്ട ഒരുപാട് പേർക്ക്. അപ്പോൾ അടുത്തതായി സന്ധി ചേച്ചിയാണ് വേദിയിൽ നമ്മളെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദി ആക്ടർ ആൻഡ് ദി പ്രൊഫഷണൽ ഡാൻസർ, ദി ടീച്ചർ സന്ധ്യ മനോജ് ടു അഡ്രസ് ദി ഗാദറിംഗ്. Thank you all so much. First of all, I should thank Manu. Manu ആണ് വിളിച്ചിട്ട് ചേച്ചി വരാതിരിക്കരുത്, ചേച്ചിക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കും. ഇറ്റ്സ് എ മ്യൂസിക്കൽ ലോഞ്ച്. ഞാൻ വരണം. ബട്ട് Malavika, thank you so much for your kind words. Brilliant actors like Seema and but whatever it is, I'm again coming back to Malavika. As a dancer, എനിക്കാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ഒരു ഐഡൻറ്റിറ്റി എൻ്റെ തലയിൽ കയറിയിട്ടില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഡാൻസ്. ആൻഡ് ഐ തിങ്ക് ഡാൻസേഴ്സ് ഹാവ് ദിസ് പ്രോബ്ലം. വൺസ് എ ഡാൻസർ ഓൾവേസ് എ ഡാൻസർ. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് എ ഡ്രീം കം ട്രൂ ഫോർ എനി ഡാൻസർ. സോ ഓൾ താങ്ക്സ് ടു the makers of the movie for making something so uniquely projecting dance as dance and a storyline which I don't know, but from the music, from the poster, it is very art centric. Even her holding that Nataraja was making me very emotional, because it's like something that we hold very romantically, artistically in our hearts. And thank you to all the makers. May all the languages come to Malayalam. And may Malayalam become the global language of unique story sense making. And Seema is like an amazing actress. I've always been amazed at her performance quality. ഒരു എളുപ്പത്തിൽ ഒരു ക്യാരക്ടർ ചെയ്ത് പോവുക എന്ന് പറയുന്നത്, and to act with her, God bless you. Vijayalakshmi is just a brilliant singer. വിജയലക്ഷ്മിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. മലേഷ്യയിൽ വിജയലക്ഷ്മി വന്ന് പാടിയപ്പോൾ അന്ന് ജാസി ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഡാൻസ് ഓപ്പണിങ്ങും അതേപോലെ MC ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ദാറ്റ് വാസ് ലൈക്ക് ഇയേഴ്സ് ബാക്ക്. ഇപ്പോൾ സോ ലൈഫ് കീപ്സ് റോളിങ്. ഐ നെവർ ഹാഡ് തോട്ട് ദാറ്റ് ഐ വുഡ് കം ഇൻ ടു മലയാളം സിനിമ ഇൻഡസ്ട്രി. ഐ വാസ് ജസ്റ്റ് എന്താ പറയുക, നല്ലൊരു ഓഡിയൻസ് who enjoys Malayalam movies and watches the movie from beginning to end no matter what. അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത്, it's just a turn of fates. But welcome to the Malayalam industry, and may you be able to make more and more movies. There is a beautiful scope, and I always believe there is space for everybody in every form of art. Just make your art in a very fine, beautiful, disciplined, honing it to the right accessibility to the audience, and may God bless all the artists in the journey. Thank you so much. Thank you. All the best to Malavika. Thank you, Meenakshi. Thank you, Chichi. Thank you so much for your words. സോ നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ കേട്ട ഗാനത്തിലുള്ള കുറച്ച് ആക്ടേഴ്സിനെയാണ് നമ്മൾ ഇനി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഓൺ സ്റ്റേജ് ഫോർ എ ഗ്രൂപ്പ് പിക്ചർ മേ ഐ ഹാവ് അനന്ത് കൃഷ്ണ, മജീദ്, അഭിജിത്ത്, ജോസഫ്, ശിവൻ, അരുൺ ആൻഡ് ദിലീപ്. നിങ്ങളെല്ലാവരെയും ഒരു ഗ്രൂപ്പ് പിക്ചറിനായിട്ടും നമ്മുടെ ഈ ഒരു സദസ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഞാനൊന്ന് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളട്ടെ. സോ ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് ഫിലിം അച്യുതാവതാരം. മാളവിക നേരത്തെ സംസാരിച്ചപ്പോൾ മാളവികയുടെ ബ്രദേഴ്സ് ഒക്കെ ആയിട്ട് അഭിനയിച്ചവർ കൂടെ ഉണ്ട് എന്ന് പറയുകയുണ്ടായി. സോ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരാള് 2 വാക്ക് പ്ലീസ്. ഹായ്,
ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയായി അതിഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അത് സിനിമയുടെ അമ്മ തന്നെയാണ് വിളിക്കുന്നത്, ഇപ്പോഴും മാറ്റാൻ പറ്റുന്നില്ല. സിനിമയുടെ മകനായിട്ട് മാളവികയുടെ ബ്രദറായിട്ടാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതിനുള്ള നല്ലൊരു അവസരം തന്ന പുനിത് സാറ്, അതുപോലെ രാകേഷ് സാറ്, ഇവരൊക്കെ ഒരു കുടുംബമായിട്ട് നമുക്ക് ഈ സിനിമ ചെയ്യാൻ വേണ്ടി പറ്റി. ഇതിൽ എല്ലാവരും ഗംഭീരമായി ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും കാണണം, കണ്ട് സിനിമ വിജയിപ്പിക്കണം, നമ്മളെ ചേർത്ത് പിടിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു. Thank you. So, ഒരു ഗ്രൂപ്പ് പിക്ചറിനെ പോസ്റ്റ് ചെയ്തിട്ട് you can all go back. Thank you so much. ഒരുപാടധികം സിനിമകളിലൂടെയും സീരിയൽസിലൂടെയും സീരീസുകളിലൂടെയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ നമ്മൾ കണ്ട് വളരെയധികം നമുക്ക് സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണ് നമ്മുടെ സ്വന്തം ഡിനി ചേച്ചിയുടേത്. സോ അടുത്തതായിട്ട് ഡിനി ഡാനിയൽ ആണ് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ് ഡിനി ഡാനിയൽ ഓൺ ദി ഫ്ലോർ. ഒത്തിരി സന്തോഷം. കാരണം ശിവ ചേച്ചി, ഞാൻ ആദ്യമേ വന്ന് കയറിയപ്പം ബാധുക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നിന്നെ ആരെയും കണ്ടില്ല. സൈറ്റിൽ ഞാനോട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സീമ ചേച്ചീനെയും ജയദേവിനെയൊക്കെ കാണുന്നത്. ഐ എം സോ സോറി. ഒത്തിരി സന്തോഷം. കാരണം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും അവിടെ ഒന്നും നിങ്ങൾ you didn't try putting your frame or you didn't try putting your debut over there in Kannada. ഞാൻ കന്നഡയിലാണ് പഠിച്ചത്. I did my masters in NIMHANS. So I have an enhanced product. അപ്പം എന്നിട്ട് you didn't work over there. നിങ്ങൾ അവിടെ നിന്ന് മലയാളത്തിൽ വന്നു. ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇങ്ങനൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി ഇവിടെ കൊണ്ടു തന്നതിൽ ഒത്തിരി സന്തോഷം. കാരണം ഐ വാസ് വണ്ടറിങ് when ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ ശിവ വിളിച്ചപ്പോഴും ഞാനിതിന് ഈ ഒരു മൂവിക്ക് വരുന്നത്, കാരണം ഞാൻ ഇതിൻ്റെ പാർട്ടല്ല. പക്ഷേ ശിവ പറഞ്ഞു വരണം, ഒത്തിരി നല്ലതാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, എന്തായാലും വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഈവൻ the song was very amazing. So right after I even had a word with the music sir. സോങ് ആണെങ്കിൽ നല്ല ഇതാണ്. പിന്നെ ഞാൻ റിവീൽ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ എന്നാൽ പോലും എനിക്ക് ഈ ഒരു ടൈറ്റിലിൽ നിന്നും ഈ ആ ഒരു സോങ്ങിൽ നിന്നും മനസ്സിലായത് മാളവിക ഒരു പാഷനേറ്റ് ഡാൻസറാണ്. ഷി വാണ്ടഡ് ടു ബിക്കം എ ഡാൻസർ. പക്ഷേ ഡ്യൂ ടു സർട്ടൻ കണ്ടീഷൻ ആ ഒരു ഡാൻസിങ് അതവിടെ വിടേണ്ടി വന്നു അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ ആയിരിക്കട്ടെ, നല്ലൊരു മൂവി ആയിരിക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻ്റയർ ടീം. നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കട്ടെ മലയാളം. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ മൂവീസ് ഫ്രം യു in Malayalam industry, and all the very best to the whole member and to the whole crew. Thank you for having me. Thank you so much. So now I would like to invite the actor and the influencer Swapna Pillai onto the stage to talk a few words. എല്ലാവർക്കും നമസ്കാരം. ഫംഗ്ഷനൊക്കെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മലയാളത്തിലേക്ക് ഒരു പുതിയ സിനിമ, ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ്, ഒരുപാട് സന്തോഷം. മലയാളം ഇങ്ങനെ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഗ്ലോബലി മലയാളം ഇങ്ങനെ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി എൻ്റയർ ക്രൂ ഓഫ് അച്യുത അവതാരം ആൻഡ് ഇറ്റ്സ് ഡയറക്ടർ ആൻഡ് writer Puneet sir, the production house Raira Ventures and its backbones Ramesh Shah, Rudramurthy sir and Rakesh sir. അപ്പോൾ അച്യുതാവതാരം എന്ന മൂവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയൊരു വിജയമാവട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ സിനിമകൾ മലയാളത്തിൽ എടുക്കാൻ സാധിക്കട്ടെ ആശംസിക്കുന്നു. താങ്ക് യു. Next we have Jipsa Begum.
Sabi. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ല വന്നത്. നമ്മുടെ ശിവേട്ടൻ വിളിച്ചു, ഇതുപോലൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും വരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളം സിനിമയിൽ മാത്രം കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇതുപോലെയൊക്കെ ഒരു പ്രോഗ്രാം ആയിരിക്കാം ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമുക്കാണെങ്കിൽ പോലും നല്ല നല്ല വേഷങ്ങൾ കിട്ടാനാണെങ്കിലും ഇതുപോലെയൊക്കെയുള്ള ഓരോരോ ഫംഗ്ഷനൊക്കെ പാട്ടാകുമ്പോഴായിരിക്കാം നമ്മളെപ്പോലുള്ള വ്യക്തികളും ഉണ്ട് എന്ന് അവർക്കും മനസ്സിലാവുന്നൊക്കെ. എനിവേ, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ സിനിമ അച്യുത അവതാരം മൂവി വളരെ ഒരു നല്ലൊരു ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ ഓൾ ക്രൂ മെമ്പേഴ്സിന് ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കും കൂടി ഒരു ചാൻസ് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശിവേട്ട എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. ഇനി കുറച്ച് പേര് കൂടി നമ്മളോടൊന്ന് സംസാരിക്കാനുണ്ട്. സോ കൈൻഡ്ലി ബെയർ വിത്ത് ഇറ്റ്. നെക്സ്റ്റ് വി ഹാവ് രതീഷ് കൃഷ്ണൻ. Good evening all. I was late. ഞാൻ പാലക്കാട് ഷൂട്ടിലായിരുന്നു, സൗണ്ടെല്ലാം പോയിരിക്കുകയാണ്. So he is the reason behind it. അപ്പോൾ the first thing that struck me, like this initiative, അച്യുത അവതാരം എന്ന് പറയുന്ന ഈ ഫിലിം മലയാളത്തിലും കൂടി they wanted to show it to us. അല്ലെങ്കിൽ they value the Malayali audience as well. This kind of initiatives are really a blessing for our industry as well, because our Malayalam film fraternity ഒരു പവറും ഇമ്പാക്റ്റും ഒക്കെ കൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് സംഭവിക്കുന്നത്. And another main reason why I'm happy is, first of all, this is a very promising title, okay, and it has the power. All the very best. And the first instance, what you get is like, yeah, some things are there you need to experience. That kind of feel is there. The song was really good, the music and everything. And the main I was just going through my അഭിനയിച്ച പടങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടന്നതാണ് തോന്നുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് വരാൽ വി വേർ ടുഗെദർ. ലൈക്ക് then last movie what got released was Janaki vs State of Kerala. That was by Suresh Gopi sir padana. And excuse me, Janaki we were together. and Vipin Mamanga Mammootty sir film, we were together. Raveen Jetan, like we had discussed a number of stories and stuff. So it's like where I'm sorry, and I'm wishing you all the very best, the entire crew, and especially Puneet. Would be seeing you, and we would like to see you do more movies, and even in fact I will be expecting a Malayalam film to be directed by you. So all the very best. And the production side, this team, this initiative will definitely give mileage. All the very best, and keep doing this kind of new creative stuff. Okay, I'm sorry I was late. Anyway, thank you very much and all the very best. അടുത്തതായി വിയാൻ മംഗലശ്ശേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുവാനായി. എല്ലാവർക്കും നമസ്കാരം. രതീഷ് പറഞ്ഞ പോലെ ഞാനിവിടെ എത്താനുള്ള പ്രധാന കാരണം നമ്മുടെ പ്രധാനപ്പെട്ട PRO ശിവപ്രസാദാണ്. 6 മണിക്ക് കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ നീ വരണേടാ, ഏറ്റവും കൂടുതലും പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇവിടെ കുറേ ന്യൂ ആർട്ടിസ്റ്റുകളെ കണ്ടു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ എൻ്റെ അമ്മായിയമ്മയായിട്ട് അഭിനയിച്ച ആളാണ് ഈ ഇരിക്കുന്നത്, സീമാജി നായർ. അതിനുശേഷം നിങ്ങളൊക്കെ സൂക്ഷിച്ചു, മലയാളത്തിൽ അധികം ചാൻസ് കിട്ടാനുള്ള ഇത് കുറവാണ്, പിന്നെ തമിഴിലും തെലുങ്കിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ തെലുങ്ക് പടത്തിൻ്റെ സമയത്ത് എനിക്ക് തെലുങ്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷെ അന്ന് അവിടെ ഞാൻ പ്രസംഗിച്ചത് ഭയങ്കര ട്രോളായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു ട്രോൾ ഞാൻ ഇവിടെയും പ്രതീക്ഷിച്ചു. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ മലയാളം ആരെങ്കിലും സംസാരിക്കാൻ ട്രൈ ചെയ്യുമെന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അച്യുത അവതാരം എന്ന് പറഞ്ഞ ആ ടീം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിച്ചു. അതായത് ഇവിടെയുള്ള പോസ്റ്റേഴ്സിന്റെ ബഹളം, എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് കഴിഞ്ഞ സൂപ്പർ സ്റ്റാർ മലയാളം പടങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും പോസ്റ്റേഴ്സ് കൊണ്ട് നിങ്ങൾ നിറച്ചുകൂടെ. അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഇതുപോലെ ഈ ഒരു ഹൈപ്പ് ഈ ഒരു മൂവിക്ക് പാൻ ഇന്ത്യ എന്നല്ല ഇന്റർനാഷണൽ ലെവലിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ പുനീത് സാർ, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തിട്ടുള്ളത് വലിയൊരു എഫേർട്ടാണ്. കാരണം മലയാള സിനിമയെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു റിസൾട്ടാണ് ഇന്നിവിടെ ഇതുപോലെ കൊച്ചിയിൽ ഒരു വലിയ ഇവന്റ് നിങ്ങൾ നടത്തിയത്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ നിങ്ങളുടെ അടുത്തുനിന്നും സംഭവിക്കട്ടെ. പിന്നെ എസ്പെഷ്യലി മ്യൂസിക്, എനിക്ക് എവിടെയോ ഒരു കാന്താര ടച്ച് ഉണ്ടോ എന്ന് എനിക്ക് തോന്നി ഈ പാട്ട് കേട്ടപ്പോൾ. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും, പക്ഷെ ഗംഭീരമായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ജയദേവേട്ടൻ, ഭാവന ചേച്ചിയുടെ ബ്രദർ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര എപ്പോഴും ചാറ്റിങ്ങും ഭയങ്കര സംസാരമുള്ള ആളാണ് പുള്ളി. ഇതുപോലെ ഈ ഒരു സൈലന്റ് കില്ലറാണെന്ന് കൂടെ ഞാൻ അറിയിക്കുന്നു. പുള്ളി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണ്. അടുത്തൊരു പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞെട്ടിക്കാൻ വേണ്ടി തന്നെയാണ്. വലിയ ഫംഗ്ഷനുകളൊന്നും പുള്ളി കാണാറില്ല, പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും പുള്ളിയുടെ പടം ഒരു പാൻ ഇന്ത്യൻ ആവാനാണ് ചാൻസ്, അല്ലേ ശിവേട്ടാ? അതല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തെറ്റിയിട്ടില്ല. അപ്പോൾ അതിനുമേ നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ബിഗ് ബോസ് കാണാറുണ്ട്, അത് കുഴപ്പമില്ല. 5 കൊല്ലം മുമ്പ് കാണാറുണ്ട്. ജിപ്സാമാമിനെ എനിക്കറിയാം. പിന്നെ ഇവിടെ എനിക്കറിയുന്ന കുറെ പേരുണ്ട്. ഞാൻ അഭിനയിച്ച രക്തരക്ഷസ് എന്ന് പറഞ്ഞ നാടകം കാണാൻ വന്നിട്ടുള്ള ചേച്ചിയായിരുന്നു, ഡിന്യ ചേച്ചിക്കുണ്ടായിരുന്നു, പോയെന്ന് തോന്നുന്നു. അപ്പൊ ആ നാടകത്തിൽ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് എനിക്ക് തന്ന സപ്പോർട്ടിനും സിനിമകൾക്ക് തന്ന സപ്പോർട്ടിനും നന്ദി പറയുന്നു. ഇതുപോലുള്ള ചടങ്ങുകൾക്ക് ഇനിയും എനിക്കും പങ്കെടുക്കാൻ കഴിയട്ടെ, എന്റെ സിനിമകളിലെ ചടങ്ങായിട്ടും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി അടുത്തതായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ആണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ വിജയലക്ഷ്മി ചേച്ചിയോട് 2 വരി കൂടി നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ? ARMലെ പാട്ട് പാടും എന്ന് ഇവിടെ ആർക്കോ പ്രോമിസ് കൊടുത്തിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ ചേച്ചി വന്ന് കഷ്ടപ്പെടണ്ട, മൈക്ക് ചേച്ചിയുടെ അടുത്തേക്ക് വരും, അവിടെ ഇരുന്നോണ്ട് പാടിയാ മതി കേട്ടോ. കരോക്കെ വേണോ? ശരി ചേട്ടന്മാരെ, കരോക്കെ കിട്ടുമോ? ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചി. തപ്പുകയാണ് നമ്മുടെ ടെക്നീഷ്യൻ ചേട്ടൻ. അത് കിട്ടുവാണെങ്കിൽ എന്തായാലും പാടുന്നതായിരിക്കും. സോ പാട്ടിന്റെ കരോക്കെ അവിടെ തപ്പിയെടുക്കുന്നത് സൈഡിൽ നടക്കട്ടെ. മീൻ വൈൽ നമ്മുടെ മലയാളത്തിലെ ഫേമസ് നോവലിസ്റ്റ് ആയിട്ടുള്ള അനുരാഗ് സാറിനെ ഞാനൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ലെറ്റ്സ് ഹാവ് അനുരാഗ് ഗോപിനാഥ് ഹിയർ ഓൺ ദ സ്റ്റേജ്. അനുരാഗ് സാർ ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. അനുരാഗ് സാർ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. സർ സോ സോറി, സൈഡിൽ നിന്ന് വന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. സോ പ്ലീസ്. നമസ്കാരം. അച്യുത അവതാരം ആക്ച്വലി പനി പിടിച്ചിരിക്കുകയാണ്. കാരണം ആദ്യം ഈ ടൈറ്റിൽ കേട്ടപ്പോൾ ഞാൻ കരുതിയത് അച്യുതൻ എന്ന് പറഞ്ഞ ആളുടെ എന്തെങ്കിലും അവതാര കഥയായിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളിലൊക്കെ കടപ്പോശം മനസ്സിലായത്. കാഞ്ഞിരത്തിൽ നിന്നും ഇവിടെ വന്ന് ഒരു മികച്ച സിനിമ നമുക്കായി സമ്മാനിക്കാൻ വന്ന ശ്രീ പുനീതിനും അദ്ദേഹത്തിൻ്റെ ടീമിനും എൻ്റെ ക്രൂ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. Next up we have the influencer actor Sona Philip talking a few words to us. Sona, please be on stage.
ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ശിവചേട്ടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് വരാൻ പറ്റുമെന്ന്. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത്, അതിന് സോറി. ഫസ്റ്റ് ഞാൻ കണ്ടില്ല സോങ് ഓക്കെ ഓക്കെ വന്നപ്പോൾ തന്നെ പകുതിയായി. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. താങ്ക് യു. പാട്ട് ലാസ്റ്റ് ആയപ്പോഴാണ് കണ്ടത്, പക്ഷെ എനിക്ക് ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. പോസ്റ്റർ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാ പറയേണ്ടത് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം. എനിക്ക് സീമ ചേച്ചിനെ അറിയാം ഓൾറെഡി, എന്നെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ നവീൻ സാർ, ബിനി ചേച്ചി പോയി, കുറച്ചേരം എനിക്കറിയാം. എന്തായാലും നിങ്ങളുടെ എൻറ്റയർ ക്രൂവിന് എൻ്റെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ചാനൽ. എന്താണെങ്കിലും ഫ്യൂച്ചറിൽ അടിപൊളി ആവട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സോന. അപ്പോ വിജയലക്ഷ്മി ചേച്ചി റെഡി അല്ലേ? അവിടെ കരോക്കെ ചേട്ടാ റെഡി അല്ലേ? അവിടെ ഇനിയും സമയം വേണം എന്നാണ് പറയുന്നത്. എന്നാ ചുമ്മാ പാടട്ടെ? ശരി ചേച്ചി, എന്നാ ചുമ്മാ പാടിയാൽ മതി. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ എറർ കൊണ്ട് കരോക്കെ അവൈലബിൾ അല്ല. അപ്പോൾ ARMൽ നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പാട്ട് നമുക്ക് വേണ്ടി പാടുന്നു നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ചേച്ചി താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ഇതിപ്പോ പ്രത്യേകിച്ച് ചേച്ചിയുടെ ഒരു സംഗീതത്തെ പറ്റിയിട്ട് ഞാൻ എടുത്തു പറയാനായിട്ട് ഞാൻ ആളല്ല. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഈ ഒരു വേദിയെ, ഇന്നത്തെ ഒരു ദിവസത്തെ തന്നെ ഒരു ഗോൾഡൻ മൊമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പാട്ടിനെ വിളിക്കാവുന്നതാണ്. ചേച്ചി പാടിയ ആ ഒരു ഫ്യൂ മിനിറ്റ്സിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ വൈക്കം വിജയലക്ഷ്മി. സോ വിത്ത് ദാറ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇവന്റ്സിന് കൺക്ലൂഷൻ ഇവിടെ നൽകുകയാണ്. അപ്പം ഗാദറിംഗ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ 4 മില്യൺ വ്യൂസ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അച്യുത അവതാരത്തിന്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ വ്യൂസ് ആൻഡ് കമന്റ്സ് ആൻഡ് പ്രേക്ഷകരുടെ ഇഷ്ടം വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടീസർ നമുക്ക് ഇവിടെ ഒന്ന് കാണാം. അതോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇവിടെ വൈൻഡപ്പ് ആവുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. അച്യുത അവതാരം എന്ന ഈ ഒരു ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പം റൈറ ഫിലിംസ് മലയാളത്തിലേക്ക് വരികയാണ്. ഇനി വീണ്ടും സിനിമകളുമായിട്ട് റൈറ ഫിലിംസ് ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് മലയാളത്തെ എക്കാലവും നിലനിൽക്കട്ടെ എന്ന് ഒരു സിനിമ ആസ്വാദിക എന്ന് ഓൺ ബിഹാഫ് ഓഫ് എവറി ഫിലിം ഫാൻസ് ഐ ആം ടെല്ലിംഗ് യു സർ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് മേക്കിംഗ് മൂവീസ് ഇൻ അവർ ഇൻഡസ്ട്രി. സോ ഐ ഹോപ്പ് you and your creations flourish in our industry. So thank you so much once again. I hope you all have a great evening tonight. Thank you and God bless.